ഡിസംബർ 29 സംവിധായകനും നിർമ്മാതാവും എഴുത്തുകാരനുമായ രാമാനന്ദ സാഗറിന്റെ ജന്മദിനം. 1917 ഡിസംബർ 29-നാണ് ലാഹോറിനടുത്തുള്ള അസൽ ഗുരുക്കയിൽ രാമാനന്ദ സാഗറിന്റെ ജനനം. ചന്ദ്രമൗലി ചോപ്ര എന്നായിരുന്നു രാമാനന്ദിന്റെ ആദ്യ പേര്. 1942-ൽ പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് സംസ്കൃതത്തിലും പേർഷ്യൻ ഭാഷകളിലും സ്വർണ്ണ മെഡലോടുകൂടി വിജയം നേടി. ഡെയിലി മിലാഫ് എന്ന പത്രത്തിന്റെ എഡിറ്ററായി തന്റെ ജീവിതം തുടങ്ങിയ രാമാനന്ദ് ചോപ്ര, രാമാനന്ദ് ബേദി, രാമാനന്ദ് കശ്മീരി തുടങ്ങിയ പേരുകളിൽ നിരവധി ചെറുകഥകൾ, നോവലുകൾ, കവിതകൾ, നാടകങ്ങൾ എന്നിവ എഴുതി. രാമാനന്ദ് സാഗർ തന്റെ സിനിമാ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് 1932-ൽ റൈഡേഴ്സ് ഓഫ് ദി റെയിൽ റോഡ് എന്ന നിശബ്ദ സിനിമയിൽ ക്ലാപ്പർ ബോയ് ആയിട്ടായിരുന്നു. 1940-ൽ പൃഥ്വിരാജ് കപൂറിന്റെ പൃഥ്വി തിയേറ്ററിൽ അസിസ്റ്റന്റ് സ്റ്റേജ് മാനേജറായി. 1944-ൽ രൂപ് കിഷോറെ സംവിധാനം ചെയ്ത കോയൽ എന്ന പഞ്ചാബി സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് അദ്ദേഹം അഭിനയ രംഗത്ത് വരുന്നത്. ആ സമയത്ത് ഏതാനും നാടകങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു. പിന്നീട് അദ്ദേഹം സിനിമാ സംവിധാന രംഗത്തേക്ക് ചുവടുവെച്ചു. മദ്രാസിലെ ജെമിനി സ്റ്റുഡിയോയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയതോടുകൂടി രാമാനന്ദ് സാഗറിന്റെ സിനിമാ ജീവിതം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയും നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. വീണ്ടും മുംബൈയിലേക്ക് മടങ്ങിയ സാഗർ തന്റെ പ്രൊഡക്ഷൻ ഹൌസിന് സാഗർ ഫിലിംസ് എന്ന് പുനർനാമകരണം ചെയ്യുകയും നിർമ്മാണ മേഖലയിൽ സജീവമാവുകയും ചെയ്തു. 1985-ൽ മോത്തി സാഗർ സംവിധാനം ചെയ്ത് രാമാനന്ദ സാഗർ നിർമ്മിച്ച ദാദാ ദാദി കി കഹാനിയിലൂടെ സാഗർ ടെലിവിഷൻ രംഗത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ സാഗർ ആർട്സ് ഇന്ത്യൻ ചരിത്രത്തെ ആസ്പദമാക്കി നിരവധി സീരിയലുകളും നിർമ്മിക്കാൻ തുടങ്ങി. 1987 ജനുവരി 25-ന് രാമാനന്ദ സാഗർ സംവിധാനം ചെയ്ത രാമായണം സീരിയൽ ദൂരദർശനിൽ സംപ്രേഷണം തുടങ്ങി. അത് സാഗറിന് സാധാരണ ജനഹൃദയങ്ങളിൽ ഇടം നേടാൻ സഹായിച്ചു. ജനപ്രീതി നേടിയ രാമായണം സീരിയൽ 45 മിനിറ്റുള്ള 59 എപ്പിസോഡുകളുള്ള പരമ്പരയായാണ് തുടങ്ങിയത്. എന്നാൽ ഏറെ ജനപ്രീതി ആർജിച്ച രാമായണം സീരിയൽ 78 എപ്പിസോഡുകൾ വരെ സംപ്രേഷണം ചെയ്തു. പിന്നീട് അദ്ദേഹം കൃഷ്ണ, ലവകുശ് എന്നീ സീരിയലുകളും നിർമ്മിച്ചു. ഭാരതം 2000-ൽ രാമാനന്ദ് സാഗറിന് പത്മശ്രീ നൽകി ആദരിച്ചു. 2005 ഡിസംബർ 12-ന് 88-ാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു.